ഹരി ഓം. ദശകം 8, ശ്ലോകം 4. പഞ്ചാശദബ്ധമധുനാ സ്വവയോർത്ഥരൂപം ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. പദ്ഛേദം നോക്കാം. പഞ്ചാശത് അബ്ദം അധുനാ സ്വവയഃ അർത്ഥരൂപം. പഞ്ചാശത് പ്ലസ് അബ്ദം പ്ലസ് അധുനാ പഞ്ചാശദബ്ദമധുനാ സ്വവയഃ അർത്ഥരൂപം. സ്വവയോർത്ഥരൂപം ഏകം പരാർത്ഥം അതിവൃത്യ ഹി വർത്തതേ അസൗ. ഏകം പരാർത്ഥം പ്ലസ് അതിവൃത്യ ഹി വർത്തതേ പ്ലസ് അസൗ. വർത്തതേ പ്ലസ് അസൗ വർത്തതേസൗ. പരാർത്ഥം പ്ലസ് അതിവൃത്യ പരാർത്ഥമതിവൃത്യ. ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസൗ. തത്ര പ്ലസ് അന്ത്യ തത്രാന്ത്യ. രാത്രി ജനിതാൻ കഥയാമി ഭൂമൻ. തത്രാന്ത്യരാത്രി ജനിതാൻ കഥയാമി ഭൂമൻ. പശ്ചാത് പ്ലസ് ദിന അവതരണേ ച ഭവത് വിലാസാൻ. പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. പഞ്ചാശദബ്ധമധുനാ സ്വവയോർത്ഥരൂപം ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. ശ്ലോകം 4 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 3 നമ്മൾ പറഞ്ഞു, ഈ ചിരഞ്ജീവികളായിട്ടുള്ള മാർക്കണ്ഡേയാദികൾക്കും നൈമത്തിക പ്രളയത്തിൻ്റെ അവസാനത്തിലുള്ള സൃഷ്ടി ഉറങ്ങി ഉണർന്നതിനു തുല്യമാണ് എന്ന് വെച്ചാൽ അവർക്ക് ഭൂതകാല ബോധത്തോടുകൂടി ഉള്ളതാകുന്നു എന്ന് പറഞ്ഞു. അധുന അസൗ, ഇപ്പോൾ ഈ ബ്രഹ്മാവ് സ്വവയോർത്ഥരൂപം പഞ്ചാശദബ്ദം ഏകം പരാർത്ഥം അതിവൃത്യ വർത്തതേഹി. സ്വവയോർത്ഥരൂപം തൻ്റെ ആയുസിൻ്റെ പകുതിയായ പഞ്ചാശദബ്ദം 50 കൊല്ലമാകുന്ന ഏകം പരാർത്ഥം ഒരു പരാർത്ഥം സംവത്സരം അതിവൃത്യ വർത്തതേഹി കടന്നു പോന്നിരിക്കുകയാണല്ലോ എന്ന് വെച്ചാൽ കടന്ന്. അപ്പോൾ തൻ്റെ ആയുസിൻ്റെ പകുതിയായ 50 കൊല്ലമാകുന്ന ഒരു പരാർത്ഥം സംവത്സരം കടന്നുപോയിരിക്കുകയാണല്ലോ. അതാണ് സ്വവയോർത്ഥരൂപം. അധുനാ അസൗ, ഇപ്പോൾ ഈ ബ്രഹ്മാവ് സ്വവയോർത്ഥരൂപം പഞ്ചാശദബ്ദം ഏകം പരാർത്ഥം അതിവൃത്യ വർത്തതേഹി തൻ്റെ ആയുസിൻ്റെ പകുതിയായ 50 കൊല്ലമാകുന്ന ഒരു പരാർത്ഥം സംവത്സരം കടന്നു പോന്നിരിക്കുകയാണല്ലോ. ഭൂമൻ എന്ന് പറഞ്ഞാൽ എന്നും നിറഞ്ഞു നിൽക്കുന്നവനേ ഭഗവാനെ വിളിക്കുകയാണ് ഭൂമൻ. തത്ര അന്ത്യരാത്രി ജനിതാൻ ഭവദ്വിലാസാൻ. തത്ര അന്ത്യരാത്രി ജനിതാൻ ഭവദ്വിലാസാൻ. ആ ബ്രഹ്മാദികൽപ്പങ്ങളിൽ ബ്രാഹ്മകൽപ്പാവസാന രാത്രിയിലുണ്ടായ നിന്തിരുവടിയുടെ ലീലകളെയും, അതാണ് തത്ര എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാദികൽപ്പങ്ങളിൽ അന്ത്യരാത്രി ജനിതാൻ ആ ബ്രഹ്മകൽപ്പ അവസാന രാത്രിയിലുണ്ടായ നിന്തിരുവടിയുടെ ലീലകളെയും പശ്ചാത് ദിനാവതരണേ ഭവദ്വിലാസാൻ ച കഥയാമി. പശ്ചാത് അതിനുശേഷം അനന്തരം പാത്മകൽപ്പാരംഭത്തിലുള്ള നിന്തിരുവടിയുടെ ലീലകളെയും ഞാൻ വർണ്ണിക്കുന്നു. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ഈ ബ്രഹ്മാവ് തൻ്റെ ആയുസ്സിൻ്റെ പകുതിയായ 50 ബ്രഹ്മവർഷങ്ങൾ എന്ന് പറയുന്ന ഒരു പരാർത്ഥം പിന്നിട്ടു. ഈ ആദ്യത്തെ പരാർത്ഥത്തിൻ്റെ
അവസാന രാത്രിയിലും പിന്നത്തെ പരാർത്ഥത്തിൻ്റെ ആദ്യ കൽപ്പാരംഭത്തിലെ പ്രഭാതത്തിലുമായിട്ട് സംഭവിച്ച അങ്ങയുടെ ലീലാവിനോദങ്ങളെ ഞാനിവിടെ വർണ്ണിക്കാം. പഞ്ചാശതാബ്ദമധുനാ സ്വവയോർത്ഥരൂപം ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസോ തത്പ്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ജ ഭവദ്വിലാസാൻ.